വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള കാരമൽ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. നമ്മളിത് ആവിയിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അക്കാര്യം ആരും മറക്കരുത്. ആദ്യം തന്നെ ഞാൻ അടുപ്പത്ത് 6 ഇഞ്ച് വായുവട്ടമുള്ള ഒരു അലുമിനിയം പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് പഞ്ചസാരയൊക്കെ മെൽറ്റാക്കി എടുത്തിട്ട് ഇതിനെ ക്യാരമലാക്കിയിട്ട് എടുക്കണം. ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സൈഡിൽ നിന്ന് ബ്രൗൺ കളറായി വരുന്നത് കാണാൻ പറ്റും. ആ സമയത്ത് ഇതുപോലെ പാത്രം കറക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് മുഴുവനായിട്ട് ഒരേപോലെ ബ്രൗൺ കളർ ആവുന്നത്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക, പാത്രം അടുപ്പത്തു നിന്ന് വാങ്ങി വയ്ക്കുക. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് നമുക്ക് ഈ സിറപ്പ് വേണ്ടത്. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വൈറ്റ് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 7 വൈറ്റ് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വൈറ്റ് പോർഷൻ മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മീഡിയം വലിപ്പത്തിലുള്ള ബ്രെഡാണ്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ വേണ്ടി വരും. വലുതാണെന്നുണ്ടെങ്കിൽ 6 എണ്ണമൊക്കെ മതിയാവും. ഇതുപോലെ നമുക്ക് ആ വൈറ്റ് പോർഷൻ മാത്രം പൊടിച്ചിട്ടെടുക്കാം. എന്നിട്ട് അതേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 വലിയ കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ചെറുതാണെന്നുണ്ടെങ്കിൽ 3 കോഴിമുട്ട ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലേവറിനായിട്ട് ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് മെൽറ്റായിട്ടുള്ള ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഉപ്പില്ലാത്ത ബട്ടറാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി മുട്ടയൊക്കെ ശരിക്കും മിക്സായിട്ട് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ കുറച്ച് വാട്ടറി ആയിട്ടാണ് മിക്സ്ചർ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ബ്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൊടിച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പം നല്ല ഫൈനായിട്ട് നിങ്ങൾക്ക് പൊടിച്ച് കിട്ടും. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫൈനായിട്ടുള്ള പൗഡറായിട്ടല്ല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മിക്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇതിപ്പോൾ ഇങ്ങനെ കട്ട പോലെ കാണാനായിട്ട് പറ്റും. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതൊന്നും കൂടെ മിക്സിയിൽ കറക്കിയെടുക്കുന്നതാണ്. അപ്പോൾ മുട്ടയുടെ മിക്സ്ചർ ഒന്ന് അടിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പം നല്ല പാകത്തിനുള്ള മിക്സ്ചറായിട്ട് കിട്ടും. എന്നിട്ട് ആ ഒരു മിക്സ്ചർ നേരത്തെ നമ്മൾ കാരമൽ സെറ്റാക്കി വെച്ചിട്ടുള്ള പാത്രമില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്തേക്ക് കാരമലിൻ്റെ ഒക്കെ ചൂട് പോയിട്ട് അത് കുറച്ച് ഹാർഡായിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു പാത്രം ഒരു ഫോയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഫോയിലിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് പാത്രത്തിൻ്റെ വായ്ഭാഗം ഇല്ലേ, അവിടെ ഇതുപോലെ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം നിങ്ങളിത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പം ഒരു ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രം ഇതിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ഇത് വേവാനായിട്ട് എടുക്കുന്ന സമയം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയിൽ ചെക്ക് ചെയ്ത് നോക്കാം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ എക്സ്ട്രാ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. നല്ല നീറ്റായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു കത്തി ഉപയോഗിച്ചിട്ട് കുത്തി നോക്കിയ സമയത്ത് ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനർത്ഥം ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. ഇതൊന്ന് ചൂട് തടഞ്ഞ ശേഷമാണ് നമ്മൾ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത്. ചൂടോട് കൂടി എടുക്കരുത്. ചൂട് തടഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഞാനൊരു സ്പാച്ചിൽ ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് മറിച്ചിടാം. ഈസി ആയിട്ട് തന്നെ മറിഞ്ഞിട്ടും, കാരണം അടിയിലുള്ളത് കാരമൽ സിറപ്പാണ്. സൈഡിൽ നിന്ന് വിടിയിച്ച് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ തട്ടിക്കൊടുക്കുക. അപ്പോൾ അത് ആ പ്ലേറ്റിലേക്ക് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തണുപ്പിച്ച് കഴിക്കുക, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.
നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.